ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു. ചോദ്യം ചെയ്യലിന് ശേഷമാണ് SIT സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാല ശില്പത്തിലെ സ്വർണ്ണപ്പാളികളും കട്ടിളപ്പാളികളും അടക്കം കൊടുത്തുവിടുന്നതിലും ആ ഗൂഢാലോചനയിലും പങ്കാളിയായ പ്രതി ചേർക്കപ്പെട്ട മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഒടുവിൽ അറസ്റ്റിലായിരിക്കുന്നു. വിവരങ്ങളുമായി അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, എപ്പോഴായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്? ചോദ്യം ചെയ്യൽ പൂർത്തിയായോ? പ്രജീഷ്, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത്. അത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതായത് 2019 സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തുണ്ടായിരുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എ പത്മകുമാറിന്റെ അറസ്റ്റ് SIT രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്നിപ്പോൾ രാവിലെ മുതൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. ആ ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് ഇപ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധന അടക്കം പൂർത്തിയാക്കിയ ശേഷം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇപ്പോൾ വരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരം പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്. പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 2 കേസുകളാണ് പത്മകുമാറിന്റെ എതിരെയുള്ളത്. ഒന്ന് സ്വർണ്ണപ്പാളി, ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതുമായി കടത്തിയതുമായി ബന്ധപ്പെട്ട കേസ്. മറ്റൊന്ന് ഈ കട്ടിളപ്പാളി കടത്തിയതുമായി ബന്ധപ്പെട്ട കേസ്. അങ്ങനെ 2 FIRലാണ് പത്മകുമാറിന്റെ പേര് പറഞ്ഞ് പ്രതി ചേർത്തിട്ടില്ലെങ്കിലും 2019 ദേവസ്വം ബോർഡിനെ പ്രതി ചേർത്തിരുന്നത്. എന്നാൽ അങ്ങനെയെങ്കിൽ അതൊരു സാങ്കേതികത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ സ്വാഭാവികമായും പേരെടുത്ത് പറഞ്ഞ് വകുപ്പുകൾ നിരത്തിയുള്ള പ്രതി ചേർക്കൽ, അല്ലെങ്കിൽ ആ നേരത്തെ തന്നെ പ്രതി ചേർക്കൽ സ്വാഭാവികമായും വന്നു കഴിഞ്ഞു. ഇനി കസ്റ്റഡിയിലടക്കം ആവശ്യപ്പെടുന്ന തുടർ നടപടികളിലേക്ക് പോകണം. അപ്പോൾ വ്യക്തമായും പങ്കടക്കം എഴുതി ചേർത്തുകൊണ്ടുള്ള രേഖാമൂലമുള്ള നടപടികളിലേക്ക് കടക്കുകയാണല്ലേ? തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്ന SITയുടെ വിലയിരുത്തൽ, അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ എത്തി എന്നുള്ളതാണ്. നേരത്തെ തന്നെ അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ പത്മകുമാറിന്റെ പങ്കാളിത്തം സംബന്ധിച്ച് കൂടുതൽ ശക്തമായ തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അതിൽ ഏറ്റവും പ്രധാനം ഇതുവരെ അറസ്റ്റിലായിരിക്കുന്ന ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥരുടെ എല്ലാം മൊഴികളാണ്. പ്രത്യേകിച്ച് N വാസുവിന്റെ അടക്കം മൊഴികൾ. എല്ലാവരും പറയുന്നത് എ പത്മകുമാർ പറഞ്ഞിട്ടാണ് ഇങ്ങനെ സ്വർണം ചെമ്പാക്കി മാറ്റിയ രേഖകൾ ഉണ്ടാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്തത് എന്നുള്ളതാണ്. എന്നാൽ അതിനപ്പുറം കുറെ അധികം തെളിവുകൾ, പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ പത്മകുമാറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ആ വിവരങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പത്മകുമാർ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് ഉള്ളത്. അടുത്ത ഘട്ടമായി ഇനി പത്മകുമാറിന്റെ ഇനി നടപടികളുടെ ഭാഗമായിട്ട് വൈദ്യപരിശോധന, പിന്നീട് കോടതിയിലേക്ക് ഹാജരാക്കൽ. കോടതിയിൽ ഇന്ന് തന്നെ ഹാജരാക്കുമോ അതല്ല അടുത്ത നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുമോ? എന്തൊക്കെയാണ് അന്വേഷണ സംഘത്തിന്റെ പ്ലാനിങ്? പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി അല്പസമയത്തിനകം പത്മകുമാറിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് അവിടെ വൈദ്യപരിശോധന പൂർത്തിയാക്കും. അതിനുശേഷം കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ഇപ്പോൾ ഈ കേസ് പരിഗണിക്കുന്നത്. അവിടേക്ക് കൊണ്ടുപോകും. അവിടെ കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡി അപേക്ഷ കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും. അതല്ലെങ്കിൽ പത്മകുമാറിനെ റിമാൻഡ് ചെയ്യിക്കും. ഇന്നിപ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ ഇന്ന് ആ സമയം N വാസുവും അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇന്ന് 4 മണിവരെയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പത്മകുമാറിന്റെ ചോദ്യം ചെയ്യലിനെ പാരലായിട്ട് തന്നെ വാസുവിന്റെ ചോദ്യം ചെയ്യലും നടന്നിരിക്കാനുള്ള സാധ്യതയാണ്. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള മൊഴികളിലെ കോൺട്രഡിക്ഷൻ കൂടി പത്മകുമാറിന് കുരിശായി മാറിയിട്ടുണ്ടാകും. ഏതായാലും CPM നേതാവും മുൻ ആറന്മുള MLAയും ഒക്കെയായ എ പത്മകുമാർ ഇപ്പോൾ ഒരു സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. മാത്രമല്ല 2019 ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായിരുന്നു പത്മകുമാർ പറഞ്ഞിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഈ സ്വർണ്ണ ഉരുപ്പടികൾ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ ഒത്താശകളും ചെയ്തതെന്നാണ് ഇതുവരെയുള്ള അറസ്റ്റിലായിട്ടുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരുടെ മൊഴി. ആ മൊഴിയാണ് പത്മകുമാറിന് കുരിശായി മാറിയത്. അതിനൊപ്പം തന്നെ അന്വേഷണം